കേരളത്തിന്റെ സാമ്പത്തിക മാതൃകയെപ്പറ്റി, അതിന്റെ ഘടനയെപ്പറ്റി തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിലവിലുള്ള സിസ്റ്റത്തിനെ ഒന്ന് കീറിമുറിച്ച് പരിശോധിച്ച് പുതിയൊരു വഴിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വിശകലനം. ഈയൊരു വിശകലനത്തിന്റെ എല്ലാം അടിസ്ഥാനം 5 പാത്രങ്ങൾ എന്നൊരാശയമാണ്. കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നാമെങ്കിലും കേരളത്തിലെ സമ്പത്തിന്റെ ഒഴുക്കിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ശരി, എന്താണ് ഈ 5 പാത്രങ്ങള്? കേരളത്തിന്റെ സമ്പദ്ഘടനയെ അതെങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത്? നമുക്കതിലേക്ക് കടക്കാം. നിങ്ങളിങ്ങനെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നമ്മുടെ സമ്പദ്വ്യവസ്ഥ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കിവെച്ച 5 പാത്രങ്ങൾ പോലെയാണ്. ഏറ്റവും മുകളിലെ പാത്രത്തിൽ വലിയ കോർപ്പറേറ്റുകളും വൻകിട മൂലധനവും, അതിന് തൊട്ടു താഴെയായി രാഷ്ട്രീയ നേതൃത്വം, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ, ചെറുകിട കച്ചവടക്കാർ, അങ്ങനെ വന്ന് ഏറ്റവും അടിയിലത്തെ 5ാമത്തെ പാത്രത്തിൽ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന സാധാരണക്കാരും അസംഘടിത തൊഴിലാളികളും. ഇവിടെയാണ് കേട്ടോ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. സാധാരണഗതിയില് മുകളിലത്തെ പാത്രങ്ങൾ നിറയുമ്പോൾ ആ സമ്പത്ത് താഴേക്ക് ഒഴുകിയെത്തണം, അല്ലേ? പക്ഷേ ഈ സിസ്റ്റത്തിൽ അത് സംഭവിക്കുന്നില്ല. മുകളിലുള്ള പാത്രങ്ങൾ വലുതാകുന്നു, അവർ കൂടുതൽ സമ്പന്നരാകുന്നു, പക്ഷേ അതിന്റെ ഒരു തുള്ളി പോലും താഴേക്കെത്തുന്നില്ല. അതായത് സമ്പത്ത് അരിച്ചിറങ്ങും എന്ന് പറയുന്ന ആ തിയറിയുണ്ടല്ലോ, അതിവിടെ ഒരു നടക്കാത്ത സ്വപ്നം മാത്രമായി മാറുന്നു. അപ്പോ നിങ്ങൾക്കൊരു സംശയം തോന്നാം, പിന്നെങ്ങനെയാണ് ഈ സിസ്റ്റം സാമ്പത്തികമായി നിലനിന്നു പോകുന്നത്? അതിന്റെ ഉത്തരം ഒരുപക്ഷേ നമ്മളെ കുറച്ചൊന്ന് അസ്വസ്ഥരാക്കിയേക്കാം. ഈ വരുമാന മാതൃകയെ വിശകലനം ചെയ്യുന്നവർ അതിനെ വിളിക്കുന്നത് ദുർബലതയെ അടിസ്ഥാനമാക്കിയുള്ള വരുമാന മാതൃക എന്നാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ നികുതിയേതര വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗം വരുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാർ മദ്യത്തിനും ലോട്ടറിക്കും വേണ്ടി ചെലവഴിക്കുന്ന പണത്തിൽ നിന്നാണ്. ഇതൊരു വല്ലാത്ത ജംപ്റ്റ് ക്രൂഗാണ്. ദിവസവും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾക്ക് ശാരീരികവും മാനസികവുമായ വലിയ സമ്മർദ്ദമുണ്ടാകും. ആ പിരിമുറുക്കത്തിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി അവർ മദ്യത്തെയും ലോട്ടറിയെയുമൊക്കെ ആശ്രയിക്കുന്നു. ഈ പണം നേരെ സർക്കാരിന്റെ വരുമാനത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അപ്പോൾ ഇവിടെ സർക്കാർ വെറുമൊരു നിരീക്ഷകനല്ല, ഈ ദുരിതത്തിൽ നിന്ന് നേരിട്ട് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന ഒരാളായി മാറുകയാണ്. ഇതിനെ നമുക്ക് സമ്പത്തിന്റെ പുനർവിതരണം എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം ഇവിടെ നടക്കുന്നത് നേരെ തിരിച്ചാണ്. സാധാരണക്കാരന് താഴേക്ക് കിട്ടുന്നത് എന്തൊക്കെയാ? കരൾ രോഗം, കടം, ആരോഗ്യപ്രശ്നങ്ങൾ. അതേസമയം മുകളിലേക്ക് ഒഴുകുന്നതെന്താ? സർക്കാർ വരുമാനം, ഉദ്യോഗസ്ഥരുടെ പെൻഷൻ, സിസ്റ്റത്തിന്റെ സുസ്ഥിരത. ഇതിനെ വിപരീത പുനർവിതരണം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് നമ്മളെ ശരിക്കും ഗൗരവമുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തിക്കുന്നത്. ക്ഷേമത്തിന്റെ പേരിൽ ഒരു ജനവിഭാഗത്തെ ആശ്രിതരാക്കി നിർത്തി അവരുടെ തന്നെ ദൗർബല്യങ്ങളിൽ നിന്ന് ലാഭം കൊയ്യുന്ന ഒരുതരം സർക്കാർ പിന്തുണയോടെയുള്ള ചൂഷണമായി ഇത് മാറുന്നു. അപ്പോ ഇതിന്റെ ആത്യന്തിക ഫലം യഥാർത്ഥ വികസനമല്ല, മറിച്ച് സാധാരണക്കാരെ എപ്പോഴും ഉപഭോക്താക്കളായി മാത്രം നിലനിർത്തുകയും അവരുടെ സാമ്പത്തിക വളർച്ചയെ തടയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇതിനെ സ്ഥിരപ്പെടുത്തിയ ദാരിദ്ര്യം അഥവാ സ്റ്റേബിലൈസ്ഡ് പാവർട്ടി എന്ന് പറയാം. അപ്പോ ഈ പ്രശ്നത്തിനൊരു പരിഹാരമില്ലേ? തീർച്ചയായും ഉണ്ട്. പക്ഷെ അതിന് ചില നിയമങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രം പോരാ. നമ്മുടെ ചിന്താഗതിയില്, നമ്മുടെ സമീപനത്തിൽ തന്നെ ഒരു വലിയ മാറ്റം വേണ്ടിവരും. അപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: സമ്പത്തിന്റെ ഈ ഒഴുക്ക്, ഇതിനെ നമുക്ക് തിരിച്ചുവിടാൻ പറ്റുമോ? ഈ സിസ്റ്റത്തിനെ അടിമുടിയൊന്ന് മാറ്റിപ്പണിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇതിനൊരു പരിഹാരം തുടങ്ങുന്നത് നമ്മുടെ പാരമ്പര്യത്തെ ഒന്ന് പൊടിതട്ടിയെടുക്കുന്നതിലൂടെയാണ്. വീര്യം കൂടിയ മദ്യത്തിനു പകരം ആരോഗ്യത്തിന് ഗുണകരമായ പ്രോബയോട്ടിക് ഗുണങ്ങളുള്ള പുളിപ്പിച്ച പാനീയങ്ങളിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. പണ്ട് കള്ള് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു. എന്നാൽ ഇന്നത്തെ സർക്കാർ നിയന്ത്രിത മദ്യവിൽപ്പന രീതിയോ ആളുകളെ ക്യൂവിൽ നിർത്തി അപമാനിച്ച് കൂടുതൽ അടിമകളാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ നിർദ്ദേശത്തിലെ ഏറ്റവും വിപ്ലവകരമായ ആശയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. സമ്പദ്വ്യവസ്ഥയിൽ ഒരു വ്യക്തിയുടെ റോൾ തന്നെ മാറ്റിമറിക്കുക. ഒരു ഉപഭോക്താവ് ഒരു ഉൽപ്പാദകനായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നോക്കൂ, 2 വ്യത്യസ്ത ആരോഗ്യചക്രങ്ങൾ കാണാം. വീര്യം കൂടിയ മദ്യം കരളിനെ നശിപ്പിക്കുന്നു, അത് വിഷാദത്തിലേക്ക് നയിക്കുന്നു, വീണ്ടും കുടിക്കാനുള്ള ആഗ്രഹം കൂട്ടുന്നു. ഇതൊരു സാംക്നൂത്ത ക്രൂഗ് ആണ്. എന്നാൽ പുളിപ്പിച്ച പാനീയങ്ങളോ? അത് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നു, ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നു. ഇത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കലല്ല, മറിച്ച് ആരോഗ്യകരമായ ഒരു ബദലാണ് മുന്നോട്ടുവയ്ക്കുന്നത്. ഇവിടെയാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. വെറുമൊരു ഉപഭോക്താവ് എന്ന നിലയിൽ നിന്ന് സ്വന്തമായി പാനീയങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായും പിന്നീട് അതൊരു വരുമാനമാർഗമാക്കി മാറ്റുന്ന ഒരു സംരംഭകനായും
സാധാരണക്കാരനെ വളർത്തുക, അതാണ് ലക്ഷ്യം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന കൈതച്ചക്ക, ചക്ക, കശുമാങ്ങ ഇവയെല്ലാം ഉപയോഗിച്ച് ലോകോത്തര നിലവാരമുള്ള ആരോഗ്യത്തിന് ഗുണകരമായ പാനീയങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന് മുന്നിൽ തുറക്കുന്നത് എത്ര വലിയ സാധ്യതകളാണ്. ലോകമെമ്പാടും ആയുർവേദത്തിനുള്ള സ്വീകാര്യതയും ക്രാഫ്റ്റ് ബിവറേജ് വിപണിയുടെ വളർച്ചയുമൊക്കെ ചേർത്തുവെച്ച് ആയുർ ഫെർമന്റ് കേരള എന്ന പേരിൽ ഇതിനെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റാൻ പോലും സാധിക്കും. പക്ഷേ ഏതു വലിയ കാഴ്ചപ്പാടും യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിനൊരു പാലം വേണം, അല്ലേ? ഇവിടെ ആ പാലം എന്ന് പറയുന്നത് വൈദഗ്ധ്യ വികസനമാണ്, സ്കിൽ ഡെവലപ്മെന്റ്. ഏറ്റവും താഴെയുള്ള പാത്രത്തിൽ കിടക്കുന്ന ഒരാൾക്ക് മുകളിലത്തെ പാത്രങ്ങളിലേക്ക് കേറി വരണമെങ്കിൽ ഇന്നത്തെ കാലത്തിന് ആവശ്യമായ പുതിയ കഴിവുകൾ അവർക്ക് കിട്ടിയേ തീരൂ, അതല്ലാതെ വേറെ വഴിയില്ല. ഇതിനായി 3 പ്രധാന മേഖലകളിലാണ് ശ്രദ്ധിക്കേണ്ടത്. 1. കൃഷിയെയും ആരോഗ്യഭക്ഷണത്തെയും ബന്ധിപ്പിക്കുന്ന അഗ്രിടെക്. 2. നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾക്ക് ലോകവിപണി തുറന്നുകൊടുക്കുന്ന ഡിജിറ്റൽ സ്കിൽസ്. 3. ശാരീരികാധ്വാനം ആവശ്യമായ ജോലികളെ ആധുനികവൽക്കരിച്ച് ഹൈടെക് സേവനങ്ങളാക്കി മാറ്റുന്നത്. ഈ കഴിവുകൾ നേടുന്നതിലൂടെ വരുന്ന മാറ്റം നോക്കൂ. പണി കഴിഞ്ഞ് ലഹരിയെ ആശ്രയിക്കുന്നതിന് പകരം അയാൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തുന്നു. വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ലോട്ടറിക്കും മദ്യത്തിനും കളയുന്നതിന് പകരം വിദ്യാഭ്യാസത്തിനോ സ്വന്തം സംരംഭത്തിനോ വേണ്ടി മാറ്റിവെക്കുന്നു. സർക്കാരിന്റെ സഹായത്തിനായി കാത്തുനിൽക്കുന്നതിന് പകരം രാജ്യത്തിന് നികുതി നൽകുന്ന പൗരനായി അയാൾ മാറുന്നു. ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിപരീത പുനർവിതരണം അവസാനിപ്പിക്കാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള ഒരു വളർച്ച സാധ്യമാകുന്നത്. അപ്പോ നമ്മൾ ഈ ഒരു ചോദ്യത്തിലാണ് അവസാനിപ്പിക്കുന്നത്. കേരളത്തിന് വേണ്ടത് ഒരു സ്ഥിരപ്പെടുത്തിയ ദാരിദ്ര്യമാണോ, അതോ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭകരായ ഒരു ജനതയുള്ള സമ്പദ് വ്യവസ്ഥയാണോ? ഏത് ഭാവിയാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.